ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഡോക്ടർ എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ചുമതലയേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സ്ഥാനമേറ്റു. ഐക്യവും സൗഹാർദ്ദവും പ്രതിനിധീകരിക്കുന്ന കാലാതീതമായ പരിശീലനമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷ മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് മോഹൻ മാജിയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ടി.ഡി.പി. അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡുവും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മലബാറിലെ +1 പ്രവേശന വിഷയത്തിൽ പ്രക്ഷുബ്ധമായി കേരള നിയമസഭ. കേരളത്തിൽ ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2025 FIH ഹോക്കി പുരുഷ ലോകകപ്പ് ജൂനിയർ മത്സരങ്ങൾക്ക് ഇന്ത്യ വേദിയാകും. വാർത്തകൾ വിശദമായി. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാർ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേറ്റു. ഒരു റിപ്പോർട്ട്. മുതിർന്ന ബി.ജെ.പി. നേതാവ് അമിത്ഷാ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. സഹകരണ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹത്തിനാണ്. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു, വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഇന്ന് ചുമതലയേറ്റു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് ചുമതലയേറ്റു. മൂന്നാം മോദി സർക്കാരിന്റെ വിദേശ നയങ്ങൾ വൻ വിജയമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചുമതലയേറ്റ ശേഷം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചതെന്ന് ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെ ശ്രീ സിന്ധ്യ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സമാധാനത്തിനും സുരക്ഷയ്ക്കും പുരോഗമന ആശയങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതവും ഉറപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ ശ്രീ നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യവും സൗഹാർദ്ദവും പ്രതിനിധീകരിക്കുന്ന കാലാതീതമായ പരിശീലനമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്രമായ ക്ഷേമത്തിനായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളെ യോഗ ഏകോപിപ്പിച്ചു നിർത്തുന്നതായും അദ്ദേഹം സാമൂഹ്യമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിനു മുന്നോടിയായി വിവിധ യോഗാസനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോയും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഒഡീഷയിൽ ബി.ജെ.പി. നേതാവ് മോഹൻ മാഞ്ചി മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയും തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരും നാളെ വൈകിട്ട് ഭുവനേശ്വറിലെ ജനതാ മൈതാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര നിരീക്ഷകരായി നിയോഗിക്കപ്പെട്ട കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും ഭൂപേന്ദർ യാദവും ബി.ജെ.പി. നിയമസഭാംഗങ്ങളുമായി ചർച്ച നടത്തിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ഇതാദ്യമായാണ് ഒഡീഷയിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തുന്നത്. നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദളിന്റെ 24 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചാണ് ബി.ജെ.പി. അധികാരത്തിലേറുന്നത്. ആന്ധ്രാപ്രദേശ് NDA നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ടി.ഡി.പി. അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വിജയവാഡയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. 4ാം തവണ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന ചന്ദ്രബാബു നായിഡു ആന്ധ്ര വിഭജനത്തിന് ശേഷം ഇത് 2ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സിക്കിം നിയമസഭാ പ്രോടേം സ്പീക്കറായി സഞ്ജിത് ഖരേൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിക്കിമിൽ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ ഇന്ന് ചേർന്ന ആദ്യ യോഗമാണ് സഞ്ജിത് ഖരേലിനെ പ്രോടേം സ്പീക്കറായി നിയമിക്കാൻ തീരുമാനിച്ചത്. ഉത്തർപ്രദേശിൽ 403 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസിന്റെ ധന്യവാദ് യാത്രയ്ക്ക് ഇന്ന് തുടക്കം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഉച്ചയ്ക്ക് ശേഷം റായ്ബറേലിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ നേതാക്കൾ റായ്ബറേലിയിലെയും അമേഠിയിലെയും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. ജൂൺ 15 ധന്യവാദ് യാത്ര സമാപിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ 2 പ്രാവശ്യം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി UGC. നിലവിൽ ഒരു അധ്യയന വർഷത്തിൽ 1 തവണ മാത്രം പ്രവേശനമാണ് UGC നിഷ്കർഷിച്ചിരിക്കുന്നത്. ബോർഡ് ഫലങ്ങൾ വൈകിയത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ വ്യക്തിപരമായ കാരണങ്ങളാലോ
അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾക്ക് തീരുമാനം ഗുണം ചെയ്യുമെന്ന് UGC ചെയർമാൻ അഭിപ്രായപ്പെട്ടു. ഒരു വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളിൽ പഠിക്കാനുള്ള പ്രചോദനം നഷ്ടപ്പെടാതിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രക്ഷുബ്ധമായി കേരള നിയമസഭ. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും മലബാർ മേഖലയിൽ ഇല്ല എന്ന് മന്ത്രി V. ശിവൻകുട്ടി മറുപടിയായി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പുനർനിർണയം സംബന്ധിച്ച ബിൽ നിയമസഭ ഇന്നലെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ പാസാക്കിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ക്രമപ്രശ്നത്തിൽ സ്പീക്കർ AN ഷംസീർ റൂളിംഗ് പുറപ്പെടുവിച്ചു. പെരിയാറിൽ ഏലൂർ ഫെറി ഭാഗത്ത് കഴിഞ്ഞ മാസം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ 3.56 കോടി രൂപയുടെ മത്സ്യനാശമുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി ഉൾപ്പെടെയുള്ള കിഴക്കൻ തെക്കുപടിഞ്ഞാറൻ മേഖലകളിൽ അടുത്ത 3-4 ദിവസം ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അതിശക്തമായ ഉഷ്ണതരംഗം വീണ്ടും ആരംഭിച്ചതായും ഉത്തർപ്രദേശ്, ഡൽഹി മേഖലകളിൽ അത് കൂടുതലായി അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ R.K. ജന്മണി ആകാശവാണിയോട് പറഞ്ഞു. 43 മുതൽ 45 ഡിഗ്രി വരെയായിരിക്കും താപനിലയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വ്യാഴാഴ്ച വരെ വിലക്കുണ്ട്. മലാവി വൈസ് പ്രസിഡന്റ് സാലോസ് ചിലിമ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഇന്നലെയാണ് വൈസ് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന സൈനിക വിമാനം കാണാതായത്. സാലോസ് ചിലിമയ്ക്കൊപ്പം വിമാനത്തിൽ ഉണ്ടായിരുന്ന 9 പേരും കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2025 FIH ഹോക്കി പുരുഷ ലോകകപ്പ് ജൂനിയർ മത്സരങ്ങൾക്ക് ഇന്ത്യ വേദിയാകും. സ്വിറ്റ്സർലൻഡിൽ ചേർന്ന അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിലാണ് തീരുമാനം. 2025 ഡിസംബറിലാണ് മത്സരം. ആദ്യമായാണ് ജൂനിയർ ലോകകപ്പ് മത്സരങ്ങളിൽ 24ഓളം ടീമുകൾ മാറ്റുരയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം മലേഷ്യയിൽ നടന്ന ജൂനിയർ മത്സരത്തിൽ ജർമ്മനിയായിരുന്നു വിജയി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ കാനഡയെ നേരിടും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. കഴിഞ്ഞ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട പാകിസ്ഥാന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. 2026 ഫിഫ ലോകകപ്പിലേക്കുള്ള യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഖത്തറിനെ നേരിടും. ദോഹയിൽ രാത്രി 9:15 മത്സരം. യോഗ്യതാ മത്സരത്തിന്റെ 3ാം റൌണ്ടിലേക്ക് കടക്കാൻ ഇന്ത്യയ്ക്ക് ഗ്രൂപ്പ് എയിലെ ആദ്യ 2 സ്ഥാനങ്ങളിൽ 1 ഉറപ്പിക്കണം. എന്നതിനാൽ ഇന്നത്തെ മത്സരം നിർണായകമാണ്. ഖത്തറിനെതിരെ ജയം നേടിയാൽ 2027 നടക്കുന്ന ഏഷ്യ ലോകകപ്പ് ഇന്ത്യയ്ക്ക് യോഗ്യത നേടാനാകും. ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഛേത്രി വിരമിച്ചതിനെ തുടർന്ന് ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. നിലവിൽ 13 പോയിന്റോടെ ഖത്തർ ഗ്രൂപ്പിൽ 1ാമതാണ്. 5 പോയിന്റുമായി ഇന്ത്യ 2ാം സ്ഥാനത്താണുള്ളത്. കർണാടകയിലെ രേണുകാസ്വാമി വധക്കേസിൽ ബന്ധമുണ്ടെന്നാരോപിച്ച് കന്നഡ നടൻ ദർശൻ തുഗുദീപയെ മൈസൂരുവിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദർശന്റെ അടുത്ത സുഹൃത്തായ പവിത്ര ഗൌഡയെ ഓൺലൈനിൽ ശല്യപ്പെടുത്തിയതിന് രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയത്. ബംഗളൂരുവിലെ സുമന്നഹള്ളി പാലത്തിന് സമീപമാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ ഇതുവരെ 10 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ സമതല പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഹിമാചൽ പ്രദേശിലേക്ക് സന്ദർശക പ്രവാഹം. ചൂടിൽ നിന്ന് രക്ഷ നേടാനായി നിരവധി പേരാണ് തലസ്ഥാനമായ ഷിംലയിലേക്ക് എത്തുന്നത്. ഷിംല, കുഫരി, ഛൈൽ, നാർകണ്ട, കസൌലി, കിനൌർ, കാംഗഡ, ഡൽഹൌസി, കുല്ലു, മിനാലി എന്നിവിടങ്ങളിലെ പ്രധാന ഹോട്ടലുകളിലെല്ലാം 90% നിറഞ്ഞു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഡോക്ടർ S. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ചുമതലയേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സ്ഥാനമേറ്റു. ഐക്യവും സൗഹാർദ്ദവും പ്രതിനിധീകരിക്കുന്ന കാലാതീതമായ പരിശീലനമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷ മുഖ്യമന്ത്രിയായി BJP നേതാവ് മോഹൻ മാജിയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡുവും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മലബാറിലെ +1 പ്രവേശന വിഷയത്തിൽ പ്രക്ഷുബ്ധമായി കേരള നിയമസഭ. കേരളത്തിൽ ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2025 FIH ഹോക്കി പുരുഷ ലോകകപ്പ് ജൂനിയർ മത്സരങ്ങൾക്ക് ഇന്ത്യ വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
8:35